கணக்குல எழுதிக்க. நான் உன்னினாயிரம் முறைக்கிற அதான் தரேன்னு சொல்றேன்ல. ഇത് എഴുതി വെച്ച് നിങ്ങൾക്ക് കാണാനാ? ஐயோ அத மலையாளத்துல எழுதி வச்சா எங்களுக்கு என்ன புரியும்? தமிழ்ல எழுதிவே அப்ப புரியும். ഓ എന്റെ ഗുരുവായൂരപ്പ വിറ്റുകളെ കൊണ്ട് തോറ്റു. ആ ബോർഡിന്റെ കാശും കൂടെ പോയിന്ന് കൂട്ടിയാ മതി ഉണ്ണിയാരെ. മുള്ളംകൊല്ലിയിൽ ഇപ്പൊ നീർക്കോലികൾക്കൊക്കെ വിഷം വെക്കുന്ന കാലല്ലേ, വെറുതെ വർത്താനത്തിന് നിൽക്കണ്ട. ഞാൻ വെയിലത്ത് നയിച്ചുണ്ടാക്കിയ എന്റെ കാശ് കൊടുത്തിട്ടാണ് ഞാൻ കുടിക്കണേ. അത് ചോദിക്കാൻ നീ ആരാ? എന്താ കഴിക്കണം? ഉണ്ണേരെ കടുപ്പത്തിലൊരു ചായ. സൈനബാ മോളെ സൈനബാ. എന്റെ വാപ്പ ഞങ്ങളെ രണ്ടാളും പേടിച്ചിട്ട് ശ്വാസം പോയില്ലെന്നേ ഉള്ളൂ. എന്തേ? കൊറേ നേരമായി ആ റോട്ടുമ്പിൽ കുറച്ച് ആൾക്കാര് ഇവിടെ ഉള്ളവരല്ലെന്നാ തോന്നുന്നത്. കൂട്ടം കൂടിയെന്ന് ചില പാട്ടും ഇങ്ങോട്ട് നോക്കി ചൂള അടിക്കലും. ആരാണ്ട് അവിടെ? ആരാണ്? പോയിന്നാ തോന്നുന്നേ. ആ കണ്ണുള്ളപ്പോ കാഴ്ചയുടെ വില അറിയില്ല എന്ന് പറയണത് നേരാ. ആ വേലായുധനുള്ളപ്പോ ബറ്റകൾക്കൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ അതും പോയി. നീലണ്ട, ഓ ആ കൃഷി ഓഫീസർ 3 മണിക്കല്ലേ വരാന്ന് പറഞ്ഞത്? അതെ. എന്നാ നീ ആ പുഞ്ചപ്പാടത്തേക്ക് ചെല്ലേ, ഇവിടെ ഞാനുണ്ടാവും. ചെറിയ പേരെ ഞാൻ കൂപ്പി പോയി നോക്കിട്ട് വരുവാ. കൂപ്പിലെന്താ വിശേഷം? അല്ല, കുറച്ച് കാശിന്റെ അത്യാവശ്യത്തിനായിരുന്നു. ഒരു 10,000 റുപ്യ ആ വെളുത്തെടുത്ത് കാണിക്ക. അവിടെ കെട്ടിയോന് ഇന്നോ നാളെയോ എന്നും പറഞ്ഞ് ആശുപത്രി കിടക്കാം. കുറച്ച് കാശ് കിട്ടിയിരുന്നേ അവളുടെ പണ്ടോ ഇനി വാങ്ങി വെക്കായിരുന്നു. തനിക്കിങ്ങനെ കാശ് എന്നിട്ട് എനിക്കെന്ത് കാര്യം? ഇതിപ്പോ കൊറേ ആയല്ലോ. ജാനകിയുടെ കാര്യമില്ലേ, ഞാൻ അതിങ്ങനെ ഒരു റൂട്ട് ഒപ്പിച്ചോണ്ട് വരികയല്ലേ. കീരിയെ, ഓ നല്ലൊരു കൊല നോക്കി മാറ്റി വെച്ചേക്കണം, ഒരാൾക്ക് കൊടുക്കാനാ. ആ റൂട്ട് കൊള്ളാമല്ലോ നമ്പ്യാരെ, വാഴക്കൊല. ഇത് മതിയാവോ? ആ നീ അത് നമ്മുടെ റേഷൻ കട കൃഷ്ണന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്ക്. ഞാൻ തന്നുവിട്ടാന്ന് പറഞ്ഞാ മതി. ഓ ആ അവൻ ഈ കാര്യത്തിലൊന്നും ഇടപെടുത്തണ്ട, കൊല ഞാൻ കൊണ്ടു കൊടുത്തോളാം. അതെ, റേഷൻ കട കൊണ്ട് കൊടുത്താ മതിയോ അതോ വീട്ടിൽ കൊണ്ട് കൊടുക്കണോ? വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കടോ. ഓ അപ്പൊ അത് തന്നെ കാര്യം. ചെറിയ നമ്പ്യാരെ, അമ്മേ ദേ ഇതിവിടെ തരാൻ ചെറിയ നമ്പ്യാര് തന്നുവിട്ടതാ. എന്തിനത്? അതിപ്പം ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് സഹായിക്കുന്ന ആളാണല്ലോ. മൂപ്പർക്ക് എന്തെങ്കിലും തോന്നിക്കാണും. തൽക്കാലം ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടാനുള്ളതൊക്കെ ഇവിടെ ഉണ്ടെന്ന് നിന്റെ ചെറിയ നമ്പ്യാരോട് ചെന്ന് പറ. ഇതൊന്നും ഇവിടെ വേണ്ട. കൊല വേണ്ടെങ്കിൽ വേണ്ട, ഈ കിഴങ്ങ് എന്റെ എടുത്തോണ്ട് പോടോ. ഓ വേലായുധനെ സഹായിക്കാം. ഈരി ഒരു മൂട് കിഴങ്ങും കൊണ്ട് വന്നാലേ ഉള്ളൂ പ്രശ്നം. ചെറ്റത്തെന്റെ കീരി നായിന്റെ മോനെ, എന്റെ വീട്ടിൽ കയറ്റുന്ന പെണ്ണുങ്ങൾ തോന്നിയാസം പോയല്ലടാ. കയ്യടാ നായ. ഇതല്ല ചത്തു. രാഘവന്റെ അടുത്താണോടാ നിന്റെ മാസൂട്ട് എത്ര ഉപ്പി പൊട്ടി? നീ ഇങ്ങോട്ട് ഓടിക്കയറി വരുന്ന ആരെങ്കിലും കണ്ടോ? അറിയില്ല. തൽക്കാലം നീ ആ വടക്കേപ്പുറത്ത് തേങ്ങാപ്പുര പോയി ഒളിച്ചോ. എന്താ വേണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ചെല്ല്. ചെറിയ പേര് എന്നെ എങ്ങനെയെങ്കിലും. നീ പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. പോ. അവൻ ചത്തോ? അറിയില്ല, ഞാൻ അന്വേഷിച്ചോളാം. നീ പോയിക്കോ. ഇവനെ അങ്ങോട്ട് ഇരുത്തിക്കോ.
മോളെ പോലീസിൽ അറിയിച്ചോ? ഞാൻ ആളെ വിട്ടിട്ടുണ്ട്. കുത്തിയിട്ടവൻ എവിടേക്കാ ഓടിയത്? ആരെങ്കിലും കണ്ടോ? കീരിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. കീരി തേങ്ങാപ്പുറക്കകത്തുണ്ട്. ആ, അവിടെ കയറി ഒളിച്ചോളാൻ പറഞ്ഞ് കയറ്റി ഇരുത്തിയതാ. നീലാണ്ടനെ സ്റ്റേഷനിലേക്ക് പോയത്. അവനെല്ലാം വിശദമായിട്ട് പറഞ്ഞോളും. അവരെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോ താനും കൂടി ഒപ്പം ഉണ്ടാവണം. കീരിയെ ഒളിപ്പിച്ചിട്ട് നമ്പ്യാര് തന്നെ. കാര്യമൊക്കെ ശരിയാ, ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളവനാ. പക്ഷെ പറഞ്ഞിട്ടെന്താ, ഇതിന്റെയൊക്കെ പുറകെ പോയ കുഴപ്പാ. നടക്കടാ. തിരക്കൊഴിഞ്ഞിട്ട് ഇപ്പോഴാ ഒന്നിങ്ങോട്ട് ഇറങ്ങാൻ സമയം കിട്ടിയത്. പകല് മുഴുവൻ പോലീസ് സ്റ്റേഷനും പോസ്റ്റ്മോർട്ടം ഒക്കെ ആയിട്ട് അങ്ങ് പോയി. മോൾ ഉറങ്ങിപ്പോയി അല്ലേ? പാവം. എന്നാലും കൃഷ്ണന്റെ കാര്യം വലിയ കഷ്ടമായിപ്പോയി. ആ, ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? ആ കീരി മനഃപൂർവ്വം കുത്തിയതല്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാലും അവനെ സഹായിക്കാനോ പുറത്തു കൊണ്ടുവരാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല. സാധിക്കാത്തത് കൊണ്ടല്ല. നിനക്ക് പണത്തിന്റെയോ മറ്റെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്ത് സഹായത്തിന് ഞാനുണ്ടാവും. അത് പറയാനാ ഇപ്പൊ വന്നത്. ഈ വീടിന്റെയും പറമ്പിന്റെ ആധാരം കുറുപ്പിന് പണയത്തിലാണല്ലോ എന്ന് ഓർത്തൊന്നും വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താടാ, നീ കുന്നുമ്മൽ ശാന്തയുടെ അവിടെ കിടന്ന പോലെ ഇത്ര പെട്ടെന്ന് ഇവിടെയും കാവലേർപ്പെടുത്തിയോ? ഗോപിയെ, വേലായുധം വ്രതം എടുത്തിരിക്കുക. ആരെയും തല്ലില്ല എന്ന്. തല്ലേണ്ടി വന്നാ പിന്നെ മുള്ളം കൊല്ലി വിട്ട് പോണം. അങ്ങനെ വല്യമ്പയാർക്ക് വാക്ക് കൊടുത്തത്. നീ ആ വ്രതം തെറ്റിക്കല്ലേ. നാട് വിട്ട് പോകേണ്ടി വന്നാ നിന്നെയും കൊണ്ടേ വേലായുധം പോകൂ. ഓടാ, 1.5 കാലുമായിട്ട് നിന്ന് പുതുശ്ശേരി ചെറിയ നമ്പ്യാരെ വരട്ടുന്നു. ഹംസ പോയിട്ടില്ല. നിന്റെ ഈ 1.5 കൈ നേരെ ആവുന്നു തോന്നുമ്പോ ഞാൻ അവനെ ഒന്നുകൂടെ അയക്കും. നിന്നെ കൊല്ലാൻ വേലായുധൻ 1.5 കൈ തികച്ച് വേണ്ട, 2 വിരല് മതി. സുനന്ദാക്കന്റെ കഴുത്തി കിടക്കുന്ന നീ കെട്ടിയ താലി, അതാ നിന്റെ ജീവൻ കാത്തുകൊണ്ട് പോന്നു. കെട്ടിയോൻ ദുർമരണപ്പെടുമെന്നൊരു ജാതക ദോഷം സുനന്ദാക്കനുള്ളതാ. അത് എന്റെ കൈ കൊണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാ. എഴുന്നേറ്റ് പോടാ.